ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ സൗദി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഈ കല്യാണിയും ടോക്കണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് ഫുഡ് റെഡി ആകുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു അലാം വരും. അപ്പം നമുക്ക് ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞ് പോയി വാങ്ങാൻ പറ്റും. പോയി ക്യൂ നിൽക്കേണ്ട. ഈ ടോക്കണിൽ അലാറം അടിക്കുമ്പോൾ മാത്രം പോയി വാങ്ങിച്ചാൽ മതി. അപ്പം നമുക്കത് ഒരു സീറ്റിലേക്ക് റെസ്റ്റ് ചെയ്തെടുക്കാം. ഞങ്ങളിതാ കുറച്ച് കഥയൊക്കെ അടിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ സൗദി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. അടിച്ചു ചായയോ, മലയാളത്തിൽ പറയുമ്പോൾ അടിച്ചു ചായ. അത് ഭയങ്കര ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണെന്നൊക്കെ. എനിക്കറിയില്ല, നമ്മളിവിടുത്തെ ടീ കുടിച്ചിട്ടില്ലല്ലോ ഇതുവരെ. കേട്ടില്ല, ഉറക്കപ്പറ ഉറക്കപ്പറ. അയ്യോ, ആളിന്ന് സൈലന്റ് ആയിപ്പോയി. പുതിയ ഷവർമ ഹൗസ് ഓപ്പൺ ആയതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ വരുന്നത്. ഓൺലൈൻ ഓർഡർ ചെയ്ത് ഷവർമയൊക്കെ വാങ്ങാറുണ്ടെങ്കിലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത് വന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സൗദി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അങ്ങനെ പപ്പ വരുന്നുണ്ട്. ഫുഡ് എത്തി. ഫുഡ് എത്തി. കഴിച്ചോ 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 കഴിച്ചോ. നല്ല സോഫ്റ്റ്. എങ്ങോട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് സൗദി ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടു. കല്യാണി ഓർഡർ ചെയ്തത് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ടേസ്റ്റ് ചെയ്തേ, ഇത് ടേസ്റ്റ് ചെയ്തോ നോക്കേ. ഇത് ഭയങ്കര സോഫ്റ്റ് ഇല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. മറ്റേ ചില്ലിയുടെ സൂപ്പറാണ് അല്ലേ, നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് സൗദി താലി അല്ലേ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ കഴിക്കട്ടെ ഇനി. അപ്പോൾ ബൈ, ഞങ്ങൾ ഇനി കഴിക്കട്ടെ. അപ്പോൾ ബൈ. നാരങ്ങ കഴിച്ചേ.
ഇത് ശരിക്കും എന്ത് ലിവറാ? ഒരു സ്പെഷ്യൽ ലിവർ. എന്താ ലിവറാ? ഇത് ചിക്കൻ്റെ ലിവർ അല്ലല്ലോ. അപ്പോൾ ഓക്കെ, ഞങ്ങളിതാ ഇതിന് ഫിനിഷ് ആക്കട്ടെ. അപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല പാർക്കിംഗ് ഉണ്ട്. മുകളിലേക്ക് വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ താഴോട്ട് പോകുന്ന വീഡിയോ എടുക്കാന്ന് വെച്ച്. ഇവിടെ നല്ല സൗകര്യമുണ്ട്, ഇരിക്കാനാണെങ്കിലും ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ പാർക്കിങ്ങിന് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാന്ന് വെച്ച്. അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് ഞാൻ അകമൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. കയ്യിൽ നിന്ന് വണ്ടി പോട്ടെ. നല്ല വലിയ പാർക്കിംഗ് ഉണ്ട്. പക്ഷെ എന്നിട്ടും വെളി നല്ല തിരക്കുണ്ടല്ലേ. ഇതാണ് പുതിയ അപ്പ നമ്മുടെ ശബന പോയിക്കോണോ. കയറി വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതാണ് ഇപ്പോൾ ഓപ്പണായി, ഇപ്പോഴല്ല കുറച്ച് നാളായി ഓപ്പൺ ആയിട്ട് വലിയ ഷവർമ ഹൗസ്. ഇതിനു മുമ്പൊരു കുറച്ച് ഇത്രയും വലുപ്പമില്ലായിരുന്നു, ചെറുതായിരുന്നു. പാർക്കിംഗ് സൗകര്യം കുറച്ച് കുറവായിരുന്നു. ഇവിടെ നന്നായിട്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമിലാണ് ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്തത്. ബ്രേക്ക്ഫാസ്റ്റ് അമ്മയും പപ്പയും ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്ത് അതുകൊണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ കൂഫു ചെയ്തു പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു കല്ലു സൗദി ബ്രേക്ക്ഫാസ്റ്റ്? കൊള്ളായിരുന്നോ? പപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? പപ്പ നല്ലായിരുന്നു, സൂപ്പർ. ഫുള്ള് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല, നല്ല ഹെവി ഫുഡായിരുന്നു. ബാക്കി ഞങ്ങൾ പാഴ്സൽ എടുത്ത് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ ഫുഡ്. മൊത്തം കഴിച്ചതാ? എപ്പോ മൊത്തം കഴിച്ച്? എന്റെ അമ്മയും പപ്പയും അമ്മ മൊത്തം കഴിച്ചോ? ഞാൻ കോക്ടെയിൽ മൊത്തം കൂട്ടി, പിന്നെ പകുതി പപ്പക്ക് കൊടുത്തു. പകുതിയോ? നീ ജ്യൂസ് പകുതി പപ്പയ്ക്ക് കൊടുത്തോ? കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പക്ഷെ മുളക് കഴിച്ചപ്പോ എനിക്ക് വലിയ എരിവൊന്നും തോന്നിയില്ല. പക്ഷെ ഇവൻ കഴിച്ചപ്പോഴത്തേക്ക് എരിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വെളിയിൽ വരുന്നുണ്ടായിരുന്നു. മുളകിന്റെ തുമ്പല്ലേ കഴിച്ചോളൂ. എടാ അത് ലാസ്റ്റ് 3/4 വരെ എത്തിച്ചത് ഞാൻ. അത് വലിയ മുളകായിരുന്നു. ആര് പറഞ്ഞു 3/4? നീ ഇത്രേ പീസേ കഴിച്ചുള്ളൂ. അത് നല്ല നീളമുള്ള മുളകായിരുന്നു. ഞാൻ സ്വർഗം കണ്ടു മുളക് കഴിച്ചു. അയ്യോ, ഇല്ല വലിയ എരിവില്ലായിരുന്നു. പക്ഷെ ആ മുളകിന് അത്രയും കഴിച്ചിട്ട് ഒരു തുള്ളി എരിവ് പോലും ഇല്ലായിരുന്നു. എരിവില്ലാത്ത മുളക് കഴിച്ചിട്ടാണ് എന്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നത്. ചിലപ്പോ നീ എരിവ് അധികം കഴിക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അര കിലോ മുളക് പൊടി കഴിച്ച് കാണിക്കും. മുളക് പൊടി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. മുളക് കഴിച്ച് കാണിക്കാൻ വേണേല്. വീട്ടിൽ ഇരിക്കുന്ന മുളക് നമ്മള് എപ്പോഴും ഫുഡിന്റെ കൂടെ മുളക് കഴിക്കാറുണ്ടല്ലോ, പിന്നെന്താ? ഇത് അങ്ങനത്തെ എരിവല്ലടി, ഇതെന്തോ മാതിരി. എടാ ഞാൻ അത് തന്നെയല്ലേ കഴിച്ചത്. എല്ലാരും ലൈക്കും സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബും ചെയ്തിട്ട് സൈൻ ഔട്ട്. അപ്പൊ ബൈ. അപ്പം ബൈ. See you next time. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരുന്നോണ്ട് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വീടിന് തൊട്ട് ബാക്കിലുള്ള പാർക്കിൽ പോയി കുറച്ച് നേരം ഇരിക്കാന്ന് വെച്ചു. അങ്ങനെ നേരെ പാർക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളുമ്പോൾ രസം. അങ്ങനെ കല്യാണിയും പപ്പയും പട്ടമൊക്കെ പറത്തുന്ന കണ്ടപ്പോൾ ഒരച്ഛനൊരാഗ്രഹം, അച്ഛനും പട്ടം പറത്തണമെന്ന്. അങ്ങനെ അച്ഛൻ വന്ന് പട്ടമൊക്കെ മേടിച്ചിട്ടുണ്ട്. കല്യാണി നല്ല ഹൈറ്റിൽ പട്ടം പറത്തി കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആള് വാങ്ങിയെന്ന് പറഞ്ഞ്. പക്ഷെ അത് ഓൾറെഡി ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ട് അതെന്തായാലും അങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല ഹൈറ്റിൽ, ഒരുവിധം ഹൈറ്റിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം പുതിയ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. സൈൻ ഔട്ട്.